അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്ആർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നബി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നേരെ ഏർവാടിയിലേക്ക് പോകുന്ന യാത്രക്കിടെ തൂത്തുക്കുടി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അതിൽപ്പെട്ട ഒരു ദർഗയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മഖബറകളാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ സിയാറത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി നേരെ ഭക്ഷണം കഴിക്കണം. ഇവിടെ നിസ്കാരമൊക്കെ നമ്മൾ കഴിച്ചല്ലേ, അതെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഭക്ഷണം കഴിച്ച് ഏർവാടിയിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മളതാ ഏർവാടിയിലെത്തിയിട്ട് ഏകദേശം കുറച്ച് സമയമായിട്ടാ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ആൾക്കാർക്കുള്ള ഭക്ഷണം ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജുനൈദ്ക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിൻ്റെ ഓണറാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ മൂപ്പര് നമ്പറൊക്കെ ഞാൻ തരും ഇൻഷാ അല്ലാഹ്. ഇത് നമ്മളെ പേര് വേണം, സലീഫ്. നമ്മളെ സലീം കേട്ടോ, നമ്മളെ വണ്ടീൻ്റെ എല്ലാമായ സലീമാണ്. അപ്പോൾ മൂപ്പര് നല്ല കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ജുനൈദ്ക്ക? ചിക്കൻ കറി നെയ്ച്ചോറല്ലേ? അൺലിമിറ്റഡ് ഫുഡല്ലേ? ആർക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കാം. അതാണ് നമ്മൾ ഈ യാത്രേന്റെ പ്രത്യേകത. ഹോട്ടലിൽ പോയാലും ഒരു പ്ലേറ്റ് നെയ്ച്ചോറിനും ഒരു പ്ലേറ്റ് ചിക്കൻ കറിക്ക് എത്ര കൊടുക്കണം? ആജിക്ക 100 രൂപേനെ മേലെ കൊടുക്കണ്ടേ? പക്ഷെ ഇവിടെ ഒന്ന് അൺലിമിറ്റഡ് ഫുഡ് കേട്ടോ. അതാണ് നമ്മൾ ഈ യാത്രയുടെ പാക്കേജിന്റെ തീർച്ചയായിട്ടും അടിപൊളിയാട്ടോ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് സത്യത്തിൽ നിങ്ങൾ പഠിച്ചതാണല്ലോ ഉണ്ടാക്കി പഠിച്ചാലേ? തീർച്ചയായിട്ടും ടെൻഷൻ ഇല്ല മൂപ്പർക്ക്. അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന വന്ന യൂനിസാജിക്കാക്ക് ആദ്യത്തെ ഒരു പിടി ഭക്ഷണം ഇട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോട്ടാ. അതേപോലെ നമ്മളെ 2 ആജിക്കന്മാരൊക്കെ ഇവിടെ വെയിറ്റ് നിൽക്കാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പൊ പ്ലേറ്റ് എടുത്തിട്ട് വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ ചിക്കൻ കറി നമുക്ക് നല്ല തിളച്ച് പറയാട്ടോ. ആവി ഇങ്ങനെ പറക്കുന്നു. അപ്പൊ ആദ്യത്തെ ഏർവാടിയിൽ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ചോറ് ജുനൈദ്ക്ക നമ്മുടെ യൂനിസ്ഖാന്റെ പ്ലേറ്റ് കിട്ടുമെടുത്ത് ഉദ്ഘാടനം ചെയ്യാണ്. മാഷാ അല്ലാഹ്. അതേപോലെ സലീം നല്ല ചിക്കൻ കറി 2 പീസോട് കൂടി അത് ഒഴിച്ചു കൊടുത്താട്ടോ. നല്ല ഉരുളക്കിഴങ്ങ് കെട്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ബാക്കി ഇങ്ങനെ തുടർന്ന് ഓരോരുത്തരും ഒന്ന് വയ്ക്കും. അപ്പോൾ ഞാൻ പോയിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞേക്കട്ടെ. നമ്മൾ ഏർവാടിയിലേക്ക് ഇന്നലെ എത്തി. പക്ഷേ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോസൊന്നും പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തൽക്കാലം സിയാറത്ത് ചെയ്ത് അവിടുന്ന് മടങ്ങിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ചെറിയൊരു ഭാഗം മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. കാരണം അവിടെ ശൈത്വാനിത്വമായി ഇളകി നടക്കുന്ന കുറേ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ പിടിക്കുന്നത് നിഷിദ്ധമാണ്. പിന്നെ ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ്. ഇനി ചെറിയൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ദർഗയുടെ പരിസരം ഇതാണ് കേട്ടോ. ഒരുപാട് സ്ത്രീകളും ശൈത്വാനിത്വമായി പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് വീഡിയോ പിടിക്കൽ അവരെ ഒരു ബുദ്ധിമുട്ടാക്കലാണ്. അപ്പോൾ പലപ്പോഴും അതിൽ അവരൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് ഇവിടെ പരിസരത്തൊന്നും ഞാൻ വീഡിയോ പിടിക്കാത്തത്. ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ കോടതി. ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ദർഗ. ഈ കാണുന്നത് പള്ളിയാണ്. പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മിനാരം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പെങ്ങളുമായിട്ടുള്ള പരിസരത്തൊക്കെ ഉണ്ട്, മറവിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏർവാടിയുടെ നല്ല നല്ല വിഷയങ്ങളും വീഡിയോസൊക്കെ ഇതിനു മുമ്പ് പലരും പിടിച്ച് അപ്ലോഡ് ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് പോയാൽ ചിലപ്പോൾ പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ദൂരത്തുള്ള ഈ ഒരു ചെറിയ വിഷ്വൽസ് മാത്രം ഏർവാടിയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്താണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ നേരെ ഏർവാടിയിൽ നിന്ന് നാഗൂർ, മുത്തുപേട്ട ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കേന്ദ്രങ്ങൾ കൂടി സിയാറത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് മടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അല്ലാഹു തആല ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കും. ആവട്ടെ. ഇന്നലത്തെ യാത്രന്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ ഏർവാടിയിലെത്തി. ഇവിടെ കുറേ വീഡിയോസൊക്കെ പിടിച്ചിട്ടാ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ അബ്ദുറഹ്മാൻ ഫാദിലി ചെറുവാടി നമ്മൾ ദർസിൽ ഒരു കൊല്ലത്തോളം ഒന്നിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കളാട്ടോ. ഒരുപാട് കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മുഖം മനസ്സിലായി. മൂപ്പർക്ക് എന്നെ കണ്ടപ്പോൾ എന്നെയും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കോളേജിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ആകെ കുറഞ്ഞ ഒരു കൊല്ലത്തെ ബന്ധമാണല്ലോ. അപ്പോൾ എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാത്തത് വലിയ സന്തോഷമാണ്. ഭയങ്കര തവാളിൻ്റെ ഉടമയാട്ടോ. പിന്നെ ഇതൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇൻഷാ അല്ലാഹ് ദർഗയിലേക്ക് പോകാം. വേറൊന്നും പറയണ്ടോ? നമ്മൾ ഇവിടുത്തെ ഒരു ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഇവിടുന്ന് വീണ്ടും നാഗൂർ മുത്തുപേട്ടയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലത്തെ താമസം ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ AC യും നോൺ AC ഒക്കെ ഉണ്ട്. ഒരു നോർമലായിട്ടുള്ള പ്രൈസിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ 2 വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ വന്ന വണ്ടി ഒന്ന് ഇതാണ് പയ്യങ്ങാടി. പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെ ഒരു ടീമും കൂടി വന്ന് നിന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും നാസ്തയും കാര്യങ്ങളൊക്കെ ആയി പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനോട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അക്ബർ അലിക്ക നാസ്തെല്ലാക്കിയിട്ട് ചായ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ നമ്മളെ നാസ്തത്തിന്റെ സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്ബർ അലിക്ക് അങ്ങനെ ഇന്നത്തെ നാസ്ത അല്ലേ? നല്ല സ്മൂത്ത് ആയിട്ടുള്ള അല്ലേ? മോശമായിട്ടില്ല. അത് ഇവിടുത്തെ തന്നെ നാച്ചുറൽ ഫുഡ് അല്ലേ? പിന്നെ ഇന്നലെ രാത്രി ഉറക്കാനുണ്ട് അതല്ലേ? അത് നമ്മളെ കാസർഗോഡത്തെ പയ്യന്. എടാ നാസ്ത എങ്ങനെയുണ്ട്? വയറ് നിറഞ്ഞ പോലെ നിറഞ്ഞില്ലേ? സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞോളൂ. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ സലീം ഭായി ഇവിടെ ഉണ്ട്, നല്ല കുളിച്ച് കുട്ടപ്പനായി റെഡി ആയി നിന്നിട്ടുണ്ട്. എന്നെ ഇവിടുന്ന് പോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ മുതലാളി പിന്നെ എപ്പോഴും സെറ്റപ്പിന്റെ ബിസിയാണ്. മുതലാളിയായിട്ട് കാണിക്കൂല. അപ്പൊ ഏതായാലും പഠിച്ചവന് ഇവരെ സേവനം സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നേരെ നമ്മളിവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോട്ടെ. എല്ലാവരും കയറി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഏർവാടിയിൽ വന്നപ്പോൾ നവമാ സിയാറയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഷീറിനെയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരിനെ യാദർശികമായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഉസ്താദ് ഞാനും തമ്മിൽ വാട്സപ്പിലും മറ്റും ബന്ധപ്പെട്ട് അൽഹംദുലില്ലാ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരേ ഫ്ലാറ്റിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കൂടുകയും ഉസ്താദിനെ കാണാനും പറ്റി. വലിയ സന്തോഷം. അപ്പോൾ ഉസ്താദ് എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ്? ആണല്ലേ? പിന്നെ എവിടെക്കാണ് ഉസ്താദ് അടുത്ത്? സിക്കന്ദർമല അല്ലേ? അപ്പോൾ നാഗരികത്തിൽപ്പെട്ട കഴിഞ്ഞു വന്നോ? അപ്പോൾ നമ്മളതിൽ സിക്കന്ദർമല ഇല്ല. അല്ല, നമ്മൾ ഭീമാപ്പള്ളി റൂട്ടായതുകൊണ്ട് സിക്കന്ദർമല നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഉസ്താദിന്റെ നെയ്മ സിയാറയിലും ഇതേപോലെ ഒരുപാട് പാക്കേജുകളുണ്ട്. നമ്മളെ അജ്മീർ, ആഗ്ര, ഡൽഹി, അഹമ്മദാബാദ്, മുംബൈ ഉള്ളതുപോലെ തന്നെ ഉസ്താദിന്റെയും അജ്മീർ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉസ്താനായിട്ട് ബന്ധപ്പെടുക. നിയമ സിയാറയാണ്. ഉസ്താദിന്റെ നമ്പർ എന്ന് പറഞ്ഞെടുത്തോളി. എന്നൊക്കെ പറയണോ പ്രേക്ഷകരോട്? കണ്ടത് വളരെ സന്തോഷം. കുറെ കാലമായി വാട്സപ്പ് ചാറ്റിംഗ് ഉണ്ടായിട്ടുള്ളൂ. കാണാൻ പറ്റും. അപ്പൊ നമ്മളെ ആളുകൾക്ക് വേണ്ടി പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാം. കൂടെ വന്ന ആൾക്ക് എല്ലാവരും തീർച്ചയായും. اللهم اصلح أسرارنا وراحة قلوبنا وأبداننا السلامة والعافية في ديننا ودنيانا وحمدنا وصحبه وسكرنا وحلالنا وخليلنا وقربنا والسلامة وأبداننا എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചും കാര്യങ്ങൾ അന്തരത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് ദർഗുള്ളത്. എല്ലാവരും ഇറങ്ങി തുടങ്ങി. പ്രിയമുള്ളവർ, ഇതാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങളുടെ ഇതാണ് ദർഗ. ഈ പള്ളിനെ പല ആളുകളും ജിന്ന് മസ്ജിദ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജിന്ന് മസ്ജിദ് ഒന്നുമല്ല, അങ്ങനെയാണ് പറയപ്പെടാറ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ അവിടെ പോയി ബൈത്ത് ചൊല്ലി ദുആ ചെയ്യണം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ജിന്ന് മസ്ജിദ് എന്നറിയപ്പെടുന്ന കീഴക്കരയിലെ മസ്ജിദാണ് ഈ കാണുന്നുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ പണിതതാണ് എന്നും ചരിത്രം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ പിന്നീട് നമ്മൾ ദിവസം പഠിച്ച് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ പള്ളിയുടെ ഏകദേശമുള്ളൊരു കാഴ്ചയാണ് കാണിക്കുന്നത് കേട്ടോ. ഫുള്ള് കല്ല് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതികൾ. കീഴക്കരയിൽ ഒരു കല്ല് വെക്കാൻ ബാക്കിയായ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് എവിടെയാണെന്ന് ഒരു പ്രധാനത്വമില്ല. നാല് മദ്ഹബും വിശ്വാസപരമായിട്ട് ഒന്ന് തന്നെയാണ്. കർമ്മപരമായിട്ടാണ് ചില മദ്ഹബിൽ ഖുനൂത്തുണ്ട്, ചിലതിലില്ല. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാരാണ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയവർ. അവരെ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള ഔലിയാക്കുമാർ. അവിടെ കറാമത്തായിട്ടും അവിടുത്തെ ചരിത്രത്തിൽ എഴുതുന്നത് കാണാം. പൊന്നാണിയിൽ പോയി സന്ദർശിച്ചു. അവിടുത്തെ പല കിതാബുകൾ ഓതിയ ഉസ്താദന്മാരാണ് ഇന്ന് ഈ മസ്ജിദ് യാത്ര ചെയ്യുന്നവരും അല്ലാത്ത എല്ലാ ഉസ്താദന്മാരും. നമ്മൾ സോളാർ കുടിയിലേക്ക് എത്തിയിരിക്കണം കേട്ടോ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സോളാർ കുടിയിലെ ദർഗയിലേക്ക്
محمد محمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب وبلغ ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصالحين. സിയാറത്തൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ വീണ്ടും വാഹനത്തിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിയാറത്ത് ഏകദേശം അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസമാണ്. ഇനിയും ഒരു ദിവസമൊക്കെ ഉണ്ട്. ഷോർട്ടായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണ് നമ്മൾ സിയാറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂവായ മുത്ത് നബിയുടെ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് മൽജാവ മൻജാവ മുർതാഹൽ മുസ്താഖി ഹിബ്ബത ഖാലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി ആരംഭപ്പൂവായ മുത്ത് നബിയോട് ഹദറ ഹക്കീമുൽ മുത്തുഫത്തി മുത്തുപ്പേട്ടയിലുള്ള തൗഹീദുൽ ഹക്കീം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് സിയാറത്തും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇത് മുത്തുപ്പേട്ടയിലുള്ള ഒരു ദർഗയാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ദർഗ ഷരീഫ് കേട്ടോ. അതായത് നമ്മളെ മഹാൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇവിടെ സിയാറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇവിടെ താഴെ ഒരു കാട്ടുപള്ളി സിയാറത്തും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ വാഹനത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നാഗൂരിലെത്തിയിരിക്കുക കേട്ടോ. മുത്തുപ്പേട്ടയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നാഗൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് കുറച്ച് സിയാറത്തും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. ഇതാണ് നാഗൂർ കേട്ടോ. നാഗൂരിലെ ബഹുമാനപ്പെട്ട ഷാഹുൽ അമീദുൻ നാഗൂരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാൻ്റെ ദർഗയാണ്. നമ്മൾ ആളുകളൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയിട്ട് ബാക്കി സിയാറത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പുറത്തോട്ട് വരാം. 2 വർഷങ്ങളായിട്ട് ധാരാളം കച്ചവടക്കാരുണ്ട്. എല്ലാ ദർഗയിൻ്റെ പരിസരത്തുള്ളതുപോലെ ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കലായിരിക്കും അതിൻ്റെ ഉത്തമം. നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നമുക്ക് മേടിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സിയാറത്തിൻ്റെ ഏകദേശം 2ാമത്തെ ദിവസം അല്ല, ഏകദേശം അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗൂരിലാണ്. ബഹുമാനപ്പെട്ട ഷാഹുൽ അമീദ് തങ്ങളുടെ ഹളറത്തിലാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയി അവിടുന്ന് മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ പരിസരത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ അൽഹംദുലില്ലാഹ് എങ്ങനെയുണ്ട് നമ്മളെ 2 ദിവസത്തെ സിയാറത്ത്? ഒരുപാട് ദർഗയാണ് കാണാൻ പറ്റും. ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകാനുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ തമിഴ്നാട് ബോർഡർ കേരളത്തിലേക്ക് അടുക്കും. അപ്പോൾ തമിഴ്നാട് ഏകദേശം ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മഞ്ഞങ്ങളോ അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടുകല്ലും അതുപോലെ മമ്പറോ അതിൻ്റെ അടുക്കുന്ന 2 കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നാളത്തെ വീഡിയോ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.